2026 ആദ്യത്തെ പൂർണ്ണചന്ദ്രനെ ഇന്നലെ ജനുവരി 3 നമ്മൾ കണ്ടു. എന്നാൽ ഇതൊരു സാധാരണ പൗർണമി ആയിരുന്നില്ല. ശാസ്ത്രലോകം ഇതിനെ വിളിക്കുന്നത് സൂപ്പർ വൂൾഫ് മൂൺ എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് സൂപ്പർ വൂൾഫ് മൂൺ ആയത് എന്ന് നമുക്കൊന്ന് നോക്കാം. വെൽക്കം ടു സോഷ്യൽ സ്റ്റോറിയ. ആദ്യം നമുക്ക് എന്താണ് ഈ വൂൾഫ് മൂൺ എന്ന് നോക്കാം. ജനുവരി നല്ല തണുപ്പുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടാത്ത ചെന്നായ്ക്കൾ പൗർണമികളിൽ ചന്ദ്രനെ നോക്കി ഉച്ചത്തിൽ ഓരിയിടാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ നിന്നാണ് വടക്കേ അമേരിക്കയിലെയും യൂറോപ്പിലെയും ഗോത്രവർഗ്ഗക്കാർ ജനുവരിയിലെ ആദ്യത്തെ പൗർണമിയെ വൂൾഫ് മൂൺ എന്ന് വിളിക്കുന്നതിലേക്ക് എത്തുന്നത്. ഇനി എന്താണ് ഈ സൂപ്പർ മൂൺ എന്ന് നോക്കാം. ചന്ദ്രൻ ഇങ്ങനെ ഭൂമിയെ കറങ്ങുന്നത് ഒരു എലിപ്റ്റിക് ഷേപ്പിൽ അല്ലെങ്കിൽ അണ്ഡാകൃതിയിലാണെന്ന് നമുക്ക് പറയാം. ഇങ്ങനെ കറങ്ങുന്ന ചന്ദ്രൻ ചിലപ്പോൾ ഭൂമിയുടെ അടുത്തും ചിലപ്പോൾ വളരെ ദൂരെയുമാകുന്നു. ഇതിനെ നമ്മൾ പെരിജി എന്നും അപ്പോജി എന്നും പറയുന്നു. ഇങ്ങനെ പെരിജി പോയിന്റിലെത്തുമ്പോൾ ചന്ദ്രൻ സാധാരണയിലും കൂടുതൽ വലുപ്പത്തിലും തിളക്കത്തിലും കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കണ്ട ചന്ദ്രൻ സാധാരണയിലും 14% കൂടുതൽ വലുപ്പത്തിലും 30% കൂടുതൽ തിളക്കത്തിലും കാണപ്പെട്ടത്. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന പെരിജി പോയിന്റിലെത്തുമ്പോൾ പൗർണമിയും കൂടെ ഉണ്ടാകുമ്പോഴാണ് സൂപ്പർ മൂൺ സംഭവിക്കുന്നത്. സാധാരണയായി വർഷത്തിൽ 3-4 സൂപ്പർ മൂണുകൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് രണ്ടും മാത്രമായിരുന്നില്ല ഇന്നലത്തെ ചന്ദ്രന്റെ പ്രത്യേകത. വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പെരിഹീലിയൻ ഡേ കൂടെയായിരുന്നു അത്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമി സൂര്യനെ ചുറ്റുന്നതും കൃത്യമായ വൃത്താകൃതിയിലല്ല, എലിപ്റ്റിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ ദീർഘവൃത്ത ഓർബിറ്റിലൂടെയാണ്. ഇങ്ങനെ അണ്ഡാകൃതിയിൽ ചുറ്റുന്ന ഭൂമി വർഷത്തിലൊരിക്കൽ സൂര്യനോട് ഏറ്റവും അടുത്തും മറ്റൊരു ദിവസം ഏറ്റവും അകന്നും കാണപ്പെടുന്നു. ഇങ്ങനെ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റിനെ പെരിഹീലിയൻ എന്നും ഏറ്റവും അകന്നു നിൽക്കുന്ന പോയിന്റിനെ അപ്ഹീലിയൻ എന്നും പറയുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന പെരിഹീലിയൻ ഡേ കൂടെ ആയിരുന്നതിനാൽ ഈ 3 പ്രതിഭാസങ്ങളുടെയും സംഗമമായിരുന്നു ഇന്നലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പൗർണമി, അതേ ദിവസം തന്നെ ഭൂമി സൂര്യനോടും ഏറ്റവും അടുത്ത് നിൽക്കുന്നു. സൂര്യനിൽ നിന്ന് കൂടുതൽ പ്രകാശം ലഭിക്കുന്നതിനാൽ ചന്ദ്രൻ സാധാരണയിലും കൂടുതൽ തിളക്കത്തിലും വലുപ്പത്തിലും കാണപ്പെടുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഇന്നലെ കടന്നുപോയത്. നിങ്ങൾക്ക് ഇന്നലെ ചന്ദ്രൻ്റെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിരുന്നോ? ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യവുമായി വീണ്ടും കാണാം. താങ്ക് യു.